السلام عليكم ورحمة الله وبركاته. الحمد لله وكفى وسلام على عباده الذين اصطفى أما بعد. ബഹുമാനികളെ, ഒരിക്കൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ സുന്ദരനായ ഒരു യുവാവിനെ അവിടെ കാണാൻ സാധിക്കുകയാണ്. ആ സമയത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആ യുവാവിനോട് ചോദിച്ചു, ബി ഇദ്നി മൻ ദഖൽത, ആരോട് ചോദിച്ചിട്ടാ നീ എൻ്റെ വീട്ടിൽ കയറിയത്? എൻ്റെ അനുവാദമില്ലാതെയാണല്ലോ നീ വീട്ടിൽ കയറിയിരിക്കുന്നത്. നീ ആരോട് അനുവാദം ചോദിച്ചിട്ടാണ് വീട്ടിൽ കയറിയിട്ടുള്ളത്? അപ്പോൾ അവിടെയുള്ള സുമുഖനായ ആ സുന്ദരനായ യുവാവ് മറുപടി പറഞ്ഞു, ബി ഇദ്നി റബ്ബിൽ മൻസിലി, വീടിൻ്റെ യഥാർത്ഥ ഉടമസ്ഥനായ രക്ഷിതാവിൻ്റെ അനുവാദത്തോടുകൂടെയാണ് ഞാൻ ഈ വീട്ടിൽ കയറിയിട്ടുള്ളത്. ഫഅറഫഹു ഇബ്രാഹിം അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് കാര്യം തിരിഞ്ഞു. വന്നേക്കുന്നത് ആരാണ്? മലക്കാണ് എന്ന് മനസ്സിലായി. അപ്പോൾ ആ സമയത്ത് മലക്ക് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു, ഞാനിപ്പോൾ വന്നത് ഒരു കാര്യം അറിയിക്കാൻ വേണ്ടിയാണ്. എന്താണത്? ഇന്ന റബ്ബക ഇത്തഖദ മിൻ ഇബാദിഹി ഖലീല, അങ്ങയുടെ രക്ഷിതാവ് അല്ലാഹു സുബ്ഹാനഹു വ തആല അടിമകളിൽ നിന്നും ഒരാളെ അല്ലാഹുവിൻ്റെ ഖലീലായിട്ട് തിരഞ്ഞെടുത്തിട്ടുണ്ട്. ആ വിവരം അറിയിക്കാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അടിമകളിൽ നിന്നും ഒരാളെ ഖലീലായിക്കൊണ്ട് ആത്മമിത്രമായി കൊണ്ട് തിരഞ്ഞെടുത്തിട്ടുണ്ട്. അത് അറിയിക്കാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞു. ഖാല, ഇബ്രാഹിം നബി അലൈഹി സ്വലാം ചോദിച്ചു, മൻ ദാലിക, ആരാണ് ആ ഭാഗ്യവാനായ മനുഷ്യൻ? ഖാല, അപ്പോൾ ഈ മലക്ക് തിരിച്ചു ചോദിക്കുകയാണ്, മാ തസ്നഉ ബിഹി, അത് ആരാണെന്ന് അറിഞ്ഞിട്ട് എന്ത് ചെയ്യാനാ? എന്തിനിപ്പോൾ അത് അറിഞ്ഞിട്ട്? അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞു, അക്കൂനു ഖാദിമൻ ലഹു ഹത്ത അമൂത, ആ മനുഷ്യനിക്ക് ഞാൻ മരണം വരെ ഖാദിമായിട്ട് മാറും. കാരണം അല്ലാഹു തആല ഖലീലായിട്ടെടുത്ത ആളാണല്ലോ. അങ്ങനെയുള്ള മനുഷ്യനിക്ക് ഞാൻ മരണം വരെ അവനിക്കൊരു ഖാദിമായി, സേവകനായി കൊണ്ട് ഞാൻ കൂടും എന്ന് പറഞ്ഞു. അപ്പോൾ മലക്ക് പറയുന്നു, ഇന്നഹു അൻത, ഓ ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ആ ഖലീലായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആത്മമിത്രമായിട്ട് തിരഞ്ഞെടുത്തേക്കുന്നത് അങ്ങയെ ആണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം മലക്കിനോട് ചോദിച്ചു, ബി അയ്യി ഷൈഇൻ ഇത്തഖദനി ഖലീല, എന്നിൽ എന്ത് കണ്ടിട്ടാണ് അല്ലാഹു തആല എന്നെ ഖലീലായിട്ട് തിരഞ്ഞെടുത്തത്? അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ആത്മമിത്രമായിട്ട് എന്നെ തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താണ്? ആ സമയത്ത് മലക്ക് പറഞ്ഞ മറുപടി, ബി അന്നക തുഹിബ്ബു അൻ തുഅതിയ വലാ തഅഖുദ, ബി അന്നക തുഹിബ്ബു അൻ തുഅതിയ, എല്ലാം നീ നൽകാൻ ഇഷ്ടപ്പെടുന്ന ആളാണ്. അതിഥി സൽക്കാരമാണെങ്കിലും എന്തും, ഭക്ഷണമാണെങ്കിലും എന്തും നീ നൽകാൻ ഇഷ്ടപ്പെടുന്നു. വലാ തഅഖുദ, മറ്റുള്ളവരിൽ നിന്നും സ്വീകരിക്കുന്നതിനെ, അല്ലെങ്കിൽ മറ്റുള്ളവരിൽ ഉള്ള കാര്യങ്ങളെ തനിക്ക് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ആളല്ല നീ. നിന്നിൽ എന്തൊക്കെയുണ്ടോ അത് മറ്റുള്ളവർക്ക് നീ കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ്. മറ്റുള്ളവരിൽ എന്തൊക്കെയുണ്ടോ അത് നിനക്ക് കിട്ടണമെന്ന് നീ, അവരിൽ നിന്നും കിട്ടണമെന്ന് നീ ആഗ്രഹിക്കുന്നില്ല. ഈ സ്വഭാവം നിന്നിലുള്ളത് കൊണ്ടാണ് ഖലീലായിട്ട് തിരഞ്ഞെടുത്തേക്കുന്നതെന്ന് മലക്ക് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് പറഞ്ഞു എന്നുള്ളതാണ്. ഇതുപോലെ തന്നെയാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ വന്നുകൊണ്ട് ഒരു മനുഷ്യൻ ചോദിക്കുന്നുണ്ട്, അള്ളാഹുവും മനുഷ്യന്മാരും ഇഷ്ടപ്പെടാനുള്ള മാർഗം എന്താണ് എന്ന് ചോദിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ മറുപടിയും ഇത് തന്നെയാണ്. എന്താ പറഞ്ഞ മറുപടി? ഇസ്ഹദ് ഫിദ് ദുനിയ യുഹിബ്ബുക്കല്ലാഹ്, ദുനിയാവിൻ്റെ വിഷയത്തിൽ നീ പരിത്യാഗിയാകണം എന്ന് പറഞ്ഞാൽ ഒരുപാട് ആഗ്രഹം, ദുരാഗ്രഹം വെച്ചുകൊണ്ട് നടക്കുന്ന ആളാകരുത്, എന്നാൽ അള്ളാഹു നിന്നെ ഇഷ്ടപ്പെടും. വസ്ഹദ് ഫീമാ ഇൻദന്നാസ്, ജനങ്ങളിലുള്ളത് നിനക്ക് കിട്ടണം, അവരുടെ കൈവശമുള്ളത് നിന്റെ കയ്യിലേക്ക് എത്തണം എന്നതിനെ സംബന്ധിച്ച് നീ ആഗ്രഹിക്കരുത്. എന്നാൽ യുഹിബ്ബുക്കന്നാസ്, ജനങ്ങളും നിന്നെ ഇഷ്ടപ്പെടുന്നതാണ് എന്ന് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയുണ്ടായി. ബഹുമാനികളെ, ഈ സ്വഭാവമാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനിൽ കണ്ടത്. എന്താണ്? തന്നിൽ ഉള്ള കാര്യങ്ങളൊക്കെ മറ്റുള്ളവർക്ക് പങ്കുവെക്കാനും കൊടുക്കാനും ആഗ്രഹിക്കുകയും മറ്റുള്ളവരിൽ എന്തൊക്കെയുണ്ടോ അത് തന്നിലേക്ക് എങ്ങനെയെങ്കിലും തൻ്റെ അധീനതയിലേക്ക് കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന ആളല്ലായിരുന്നു ഇബ്രാഹിം നബി അലൈഹി സ്വലാം. പക്ഷേ ഈ സ്വഭാവത്തിൽ വിരുദ്ധമായിട്ടാണ് പലപ്പോഴും നമ്മുടെ സ്വഭാവം വരുന്നത്. മറ്റുള്ളവരിൽ ഉള്ളത് എന്താണോ ഉള്ളത് അതെങ്ങനെയെങ്കിലും നമ്മുടെ അധീനതയിൽ വരണമെന്ന് നാം ആഗ്രഹിക്കുകയും
നമ്മുടെ കയ്യിലുള്ളത് നമ്മുടെ കയ്യിൽ തന്നെ സുരക്ഷിതമായി വെക്കാൻ നാം ശ്രദ്ധിക്കുകയും ചെയ്യുമ്പോൾ ഇബ്രാഹിമി മില്ലത്തിനെ പിൻപറ്റിയവരായി നാം മാറുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല കാര്യങ്ങൾ മനസ്സിലാക്കി ജീവിതത്തിൽ കൊണ്ടുവരാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെയും ബന്ധപ്പെട്ടവരുടെയും ദുആ കൊണ്ട് ഏൽപ്പിച്ചവരുടെയും എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും മാറ്റി അല്ലാഹു ആഖിബത്ത് നന്നാക്കി തരുമാറാകട്ടെ. വആഖിറു ദഅവതി അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.